വാർത്തകൾ തുടർന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇന്ത്യൻ പൗരത്വം ഉണ്ടായിട്ടും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയ ഗർഭിണിയെയും മകനെയും തിരികെ എത്തിച്ചിരിക്കുകയാണ്. 9 മാസം ഗർഭിണിയായ സൊണാലി ഖാത്തൂനെയും മകൻ സാബിറിനെയുമാണ് ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടി. സൊണാലിയെയും മകനെയും ബംഗാളിലെ മാൾഡയിലാണ് എത്തിച്ചത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നെന്നാരോപിച്ച് സൊണാലിയും ഭർത്താവും ഉൾപ്പെടെ 6 പേരെ ജൂൺ 23-നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സൊണാലിയെ തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടത്. ഇന്ത്യൻ പൗരത്വം ഉണ്ടായിട്ടും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയ ഗർഭിണിയെയും മകനെയും തിരികെ എത്തിച്ചിരിക്കുകയാണ്. 9 മാസം ഗർഭിണിയായ സൊണാലി ഖാത്തൂനെയും മകൻ സാബിറിനെയുമാണ് ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സൊണാലിയെ തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടത്. സൊണാലിയും ഭർത്താവും ഉൾപ്പെടെ 6 പേരെ ജൂൺ 23-നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സൊണാലിയെ തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഗർഭിണിയെയും മകനെയും തിരികെ എത്തിച്ചിരിക്കുന്നത്. 9 മാസം ഗർഭിണിയായ സൊണാലി ഖാത്തൂനെയും മകൻ സാബിറിനെയുമാണ് ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തരമായ നടപടി. സൊണാലിയെയും മകനെയും ബംഗാളിലെ മാൾഡയിലാണ് എത്തിച്ചത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നെന്നാരോപിച്ച് സൊണാലിയെയും ഭർത്താവും ഉൾപ്പെടെ 6 പേരെ ജൂൺ 23-നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ സൊണാലിയെ തിരിച്ചെത്തിക്കാൻ അടിയന്തരമായി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവരെ തിരികെ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം ഉണ്ടായിട്ടും ഇവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുകയായിരുന്നു. ഗർഭിണിയെയും മകനെയുമാണ് ഇത്തരത്തിൽ ഇപ്പോൾ തിരികെ എത്തിച്ചിരിക്കുന്നത്. 9 മാസം ഗർഭിണിയായ സൊണാലി ഖാത്തൂനെയും മകൻ സാബിറിനെയുമാണ് ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു അടിയന്തര നടപടി. സൊണാലിയെയും മകനെയും ബംഗാളിലെ മാൾഡയിലാണ് എത്തിച്ചിരിക്കുന്നത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നെന്ന് ആരോപിച്ച് സൊണാലിയും ഭർത്താവും ഉൾപ്പെടെ 6 പേരെ ജൂൺ 23-നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സൊണാലിയെ തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടത്. ഇപ്പോൾ കർണാടകയിൽ നിന്നും ഒരു ഉദാഹരണമായ ഒരു വാർത്തയാണ് വരുന്നത്.